സർക്കാരിൻ്റെ തന്നെ നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു നീക്കം, അതായത് സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ച് നടപ്പാക്കി കൊണ്ടുവന്നിരുന്ന നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു നീക്കം എന്നുകൂടി വേണം നമ്മൾ പറയാൻ. സനീഷ് നേരത്തെ പറഞ്ഞില്ലേ, ഈ വികസിത രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും പണം ഈ വിനിമയോപാധിയാക്കി ഈ പറഞ്ഞത് പണം കാശ് കൊടുത്ത സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഏത് ചെറിയ ഇപ്പം മാങ്ങ റോഡ് സൈഡിൽ മാങ്ങ അടുക്കി വെച്ച് വിൽക്കുന്ന ഒരാളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ UPI വഴിയാണ് നമ്മളുടെ പേയ്മെൻറ്റ് നടപ്പാക്കുന്നത്. അങ്ങനെയാണ് എല്ലായിടത്തും എല്ലാവരും അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം, ഇത്രയധികം ആളുകൾ ഈ രാജ്യത്ത് എത്ര കോടി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് ഒരു ചർച്ച പോലും കൂടാതെ അവിടെ ശബ്ദ വോട്ടിനിട്ട് പാസ്സാക്കി എടുത്തു എന്നുള്ളതിലാണ് ജനാധിപത്യ വിരുദ്ധത അങ്ങനെ കൂടി ഈ തീരുമാനത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച പോലും ഇല്ലാതെ അതങ്ങ് പാസ്സാക്കിയെടുത്തു. എന്നിട്ട് പറയുന്നത് എന്താണ്, ഇതിപ്പം നടപ്പാക്കുന്നില്ല, നോട്ടിഫിക്കേഷനിലൂടെ പിന്നീട് നടപ്പാക്കാനുള്ള അനുമതി ഈ ബില്ലിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് ശരിയല്ലല്ലോ. കാരണം അത് ഇപ്പോഴാണെങ്കിലും ഈ ഡെമോക്രസിൻ്റെ വാൾ പോലെ ഇത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. സത്യത്തിൽ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെൻറ്റീവായി എത്ര പണം ഇവർ മുടക്കിയിട്ടുണ്ടോ, സർക്കാരായിക്കോട്ടെ ഈ സംവിധാനങ്ങളായിക്കോട്ടെ, മുടക്കിയിരിക്കുന്ന പണം മുഴുവൻ ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള ഒരു അവസരമായി, അല്ലല്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു അന്ന് സർക്കാർ നടപ്പാക്കിയത് എന്ന് വേണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. ഡിജിറ്റൽ പേയ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നോ? എല്ലാവരും ഇതിൽ അങ്ങ് പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പണം കറവ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് യുക്തിയും ബുദ്ധിയുമാണ്. അത് എങ്ങനെയാണ് നമ്മളെപ്പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാരിന് അങ്ങനെ ഒരു യുക്തിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് കെട്ടാനാവുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം വളരെ ഗൗരവതരമാണ്. ഇപ്പോൾ മാസ് കാർഡും വിസയും ഒക്കെ ഈ അവർക്ക് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ UPI വളരുന്നു, അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുക എന്നുള്ള അമേരിക്കയുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിനാണ് ഇപ്പോൾ സർക്കാർ വഴങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ജയറാം രമേശ് ഉന്നയിക്കുന്ന ഒരു ആരോപണം. അത് വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആരോപണം പോലും ഉയരുന്ന ഒരു വിഷയമായിരിക്കെ അത് പ്രതിപക്ഷത്തോട് ചർച്ചയിൽ പങ്കെടുത്ത് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ട് നടപ്പാക്കാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ളതിൽ തന്നെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 2007 ഈ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ആക്ട് അനുസരിച്ചാണ് കാര്യങ്ങൾ ഇതുവരെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ 2007 അത് ഈ പറഞ്ഞ പോലെ മോഡേൺ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ വളർച്ച അവിടെ തുടങ്ങുകയാണ്, ആ ആലോചനകൾ അവിടെ തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ IMPs ഒക്കെ പിന്നീട് വരുന്നത്. അത് പക്ഷേ ഈ രൂപത്തിലേക്ക് വിപ്ലവകരമായ മാറ്റം എന്ന തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് മാറുന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ഈ സർക്കാർ 2016 NDA സർക്കാർ വന്നതിന് ശേഷം അവരതിനെ, സനീഷ് ഓർമ്മയില്ലേ, പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങി പ്രൊമോട്ട് ചെയ്ത സംഗതിയാണ്. അതിനിടയിലാണ് നോട്ട് നിരോധനം കൂടി ഉണ്ടാകുന്നത്. അത് ഇതിനെ വല്ലാത്ത രീതിയിൽ വളർത്തുകയും ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഇതിനെ ഒരു ബിസിനസ് പോലെ ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തിയെടുത്ത് അതിൻ്റെ ഫലം പറ്റാൻ ഇപ്പോൾ നോക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുഴപ്പമുണ്ട്. കാരണം എങ്ങനെ വന്നാലും ഇതിപ്പോൾ വ്യാപാരിക്ക് മാത്രമാണ് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് മാത്രമാണ് ഇതിൻ്റെ നേരിട്ടുള്ള ബാധ്യത അവരിൽ നിന്നാണ് ഈടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് പോലെ സ്വാഭാവികമായും ആ പണം നമ്മളോട് വാങ്ങിയാണ് അത് ഈടാക്കിയാണ് അത് കാര്യങ്ങൾ നടപ്പാക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല.